അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനിയില്ലെന്ന് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് മോഹൻലാൽ. ഇതോടെ 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി തീരുമാനമായത്. മോഹൻലാൽ സ്ഥാനത്ത് തുടരുമെന്ന് അംഗങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യം വന്നെങ്കിലും മോഹൻലാൽ സമ്മതിച്ചില്ല. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകനായ ശാന്തവിള ദിനേശ്. മലയാളത്തിലെ ഒരു പ്രമുഖ യുവനടന്റെ പ്രവൃത്തി മോഹൻലാലിന്റെ തീരുമാനത്തിന് പിന്നിലായ കാരണമെന്നാണ് ശാന്തവിള ദിനേശ് പറയുന്നത്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. നാട്ടിൽ നടക്കുന്ന ഏത് കേസിലും മുഖമായിരിക്കുന്ന നായകനായ ഒരു ചെറുപ്പക്കാരൻ ഒന്നോ രണ്ടോ പടം വൃത്തിയായി ഓടിയപ്പോൾ ഇനി ഞാനാണ് സൂപ്പർ സ്റ്റാർ, കൊണ്ടുവാ 10 കോടി എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ചുരുങ്ങിയത് 30 കോടി മുടക്കുന്ന സിനിമയിലേക്ക് ഇനി അഭിനയിക്കൂ എന്ന് പറയുന്ന ആ പൊട്ടൻ ചെറുക്കൻ അവന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ മോഹൻലാലിനെ മാത്രമല്ല, ആർക്കും പരാതി പറയാൻ പറ്റാത്ത അത്രയും സിമ്പിളായി ജീവിക്കുന്ന പ്രണവിനെ പോലും തരം താഴ്ത്തുന്ന രീതിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞു. ഇതോടെയാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഞാൻ ഇല്ല എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രണവിനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുമോ? പ്രണവ് ആർക്കെങ്കിലും ഒരു ശല്യമാവാതെ ജീവിക്കുന്ന ആളല്ലേ. 2 പടം ഓടിയപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും മുകളിലാണെന്ന് വിചാരിക്കുന്ന പൊട്ടൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു എന്നാണ്. നട്ടാൽ കുരയ്ക്കാത്ത കള്ളമാണ് അവൻ പറയുന്നത്. പ്രണവിനെ പോസ്റ്റ് ചെയ്ത് മോഹൻലാൽ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആയിരിക്കണം. അവനെയൊക്കെ 1000 പോസ്റ്റിട്ടാലും മോഹൻലാലും പ്രണവിനും ഒരു ചുക്കും സംഭവിക്കില്ല. പക്ഷെ അത് കേട്ട് സ്ഥാനമൊഴിയാൻ തീരുമാനിച്ച മോഹൻലാലിനെ വേണം വഴക്കു പറയാനെന്നും ശാന്തവിള ദിനേശ് പറഞ്ഞു. മോഹൻലാൽ അമ്മ സംഘടനയുടെ തലപ്പത്ത് തുടരുന്നു എന്നാണ് ശാന്തവിള ദിനേശ് പറയുന്നത്. ഇടവേള ഭവനെ പോലെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റൊരാളില്ലെന്നും ശാന്തവിള ദിനേശ് പറയുന്നു. മോഹൻലാലോ വിജയരാഘവനോ പ്രസിഡന്റായാലും ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയായി വന്നാലും തെറ്റുകുറ്റങ്ങൾ തിരുത്തി അമ്മ സംഘടന മുന്നോട്ട് പോകാൻ കഴിയും. ഫെഫ്ക നയിക്കാൻ ഉണ്ണികൃഷ്ണനെ പോലെ മറ്റൊരാൾ ഇല്ലെന്ന് പറയുന്ന പോലെ അമ്മയെ മുന്നോട്ട് നയിക്കാൻ വേള ബാബു കഴിഞ്ഞ മറ്റൊരാളുള്ളൂ. എന്ത് ചെറിയ കാര്യത്തിലെ വിളിച്ചാലും ബാബു അപ്പോൾ തന്നെ ഇടപെടും. മോഹൻലാലായാലും മമ്മൂട്ടിയായാലും സുരേഷ് ഗോപിയായാലും ഇക്കാര്യം ചർച്ച ചെയ്ത് സമവായ നീക്കം നടത്തണമെന്ന് തനിക്ക് പറയാനുള്ളതെന്നും ശാന്തവിള ദിനേശ് പറഞ്ഞു. മലയാള സിനിമാ രംഗത്തെ പല വിവാദ വിഷയങ്ങളും ശാന്തവിള ദിനേശ് പ്രതികരിക്കാറുണ്ട്. പ്രമുഖർക്കെതിരെ തുറന്ന് സംസാരിക്കാനും മടിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ കേസുകൾ വന്നപ്പോഴും സംവിധായകൻ പിന്നോട്ട് പോയില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, നിർമ്മാതാവ് സാന്ദ്ര തോമസ് തുടങ്ങിയവർ ശാന്തവിള ദിനേശിനെതിരെ പരാതി നൽകിയിരുന്നു. ബംഗ്ലാവിൽ ഔദയാണ് ശാന്തവിള ദിനേശ് സംവിധാനം ചെയ്ത ഏക സിനിമ. സീരിയൽ രംഗത്ത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുണ്ട്.